ഫ്രണ്ട്സ്, ഇന്ന് ഈ വ്ളോഗ് എടുക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്നലെ 2 പട്ടിക്കുട്ടികളെ കിട്ടി. ഒന്ന് ഇവള് പിറ്റ്ബുള്ളാണ് ആള്. രണ്ടാമത്തെ ആളാണ് ഇച്ചിരി പ്രത്യേകതയുള്ളത്. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട്, അമ്മയുടെ യൂട്യൂബിലെ വീഡിയോസ് കണ്ടിട്ട് ഒരാൾ ഞാനുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് അമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി മേടിച്ച് തന്നു കിട്ടിയാണ്. ഞാൻ കാണിച്ചു തരാം. ഷിറ്റ്സു തന്നെയാണ്. ലൂണ മോളെ 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 വാ. അണ്ടേ, ഇതാണ് ആള് ലൂണ. ഇതാണ് ആള്. ആളിച്ചിരി അഴുക്കും പൊടിയൊക്കെയാണ്. അന്നേരം 2 പേര് ഇവക്ക് പേരിട്ടത് ബെല്ല എന്നാണ്, ഇവക്ക് ലൂണ എന്ന് വിട്ടു നമ്മുടെ ഷിറ്റ്സുവിന്. ഇവക്കിപ്പോൾ 36 ദിവസമായി, അവക്ക് 9 മാസം കഴിഞ്ഞു. അന്നേരം 2 പേരെ ഇപ്പോൾ നമ്മൾ ഒന്ന് ഹോസ്പിറ്റലിൽ വരെ കൊണ്ടുപോവാണ്. അവളെ ഒന്ന് ഗ്രൂം ചെയ്യിക്കണം. പുറം എല്ലാം പൊടി അഴുക്കാണ്. ഇവക്ക് ഡിവാമിങ്ങിൻ്റെ വിരയുടെയൊക്കെ മരുന്ന് മേടിക്കണം. അവളെ ഒന്ന് ഗ്രൂം ചെയ്യിക്കണം, സെറ്റ് ആക്കണം. കാരണം ഇന്നലെ കൊണ്ടുവന്നുള്ളൂ. അങ്ങനെ 2 പേരെയും ഞാനൊന്ന് ഗ്രൂമിങ്ങിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാം. അമ്മ വരുന്നില്ല. അന്ന് അമ്മയ്ക്ക് അപ്പ ഇവിടെ ഉണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇച്ചിരി വീട്ടിലെ ഇച്ചിരി പണിയുണ്ട്. അതുകൊണ്ട് അമ്മ വരുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് 2 പേരെയും കൊണ്ട് പോവുക. അന്നേരം ബാക്കി വീഡിയോ നമുക്ക് അവിടെ ചെന്നെടുക്കാം. ഓക്കെ, ആണ് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് 2 പേരെയും കൊണ്ടുപോകാം. ആദ്യം ഇവിടെ കൊണ്ടുപോവാം. ഇവിടെ കുളിപ്പിക്കാനുള്ള കാര്യങ്ങളെല്ലാം തുടങ്ങുകയാണ്. അല്ലേ, ഈ ബ്രോയും ആ ബ്രോയോടാണ് സംഭവം സെറ്റ് ചെയ്യുന്നത്. അവളെ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു കേട്ടോ. അതിൻ്റെ ആയിരിക്കും. ആള് നല്ല വിഷയമാണ് കേട്ടോ. അവളെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഗ്രൂം ചെയ്യിക്കുന്നതെന്ന് തോന്നുന്നു. അതിൻ്റേതായ കുഴപ്പങ്ങൾ കാണിക്കുന്നുണ്ട്. ചിലവ് പിടിച്ചിരിക്കുന്ന മുടിയെല്ലാം ഇപ്പോൾ കത്രിക വെച്ച് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ബ്രോയുടെ പേരെങ്ങനെയായിരുന്നു ബ്രോ? സ്റ്റീഫൻ ശ്രീപതി. ഓക്കെ ഓക്കെ. ഇവർ 2 പേരുമാണ് നമ്മുടെ കുഞ്ഞിനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിലോട്ടൊന്ന് പോട്ടെ. നമ്മൾ അവളെ സെറ്റാക്കുന്ന ഗ്രൂം ചെയ്യുന്ന കുളിപ്പിക്കുന്ന വാഷിങ്ങും എല്ലാം ഇതിൻ്റെ തൊട്ട് ബാക്കിലാണ്. ഞാൻ ഫ്രണ്ടിൽ നമ്മുടെ ബെല്ല കിടപ്പുണ്ട്. അവളെ ഒന്ന് നോക്കട്ടെ. കുഞ്ഞല്ലേ, അവളെ ഒന്ന് നോക്കട്ടെ. കുഞ്ഞാൾ ഇവിടെ കിടപ്പുണ്ട്. എന്നെ കാണുമ്പോൾ കരച്ചിലുണ്ട്, അല്ലെങ്കിൽ സൈലൻ്റായിട്ട് കിടക്കുക കേട്ടോ. അല്ലെങ്കിൽ എന്നെ കാണുമ്പോൾ അങ്ങ് കരയും ആൾ. കുഴപ്പമില്ല, നമുക്ക് നോക്കാം. പിന്നെ ലൂണയുടെ അടുത്തോട്ട് പോവാം. ഓക്കെ, അവിടെ എന്തായെന്ന് നോക്കാം. ഇപ്പം വെട്ടിക്കാണത്തേ ഉള്ളൂ. ഓക്കെ, കണ്ട, ഇതിൻ്റെ ബാക്ക് വശത്താണ് ഒരു ഗ്രൂമിങ് ചെയ്യിക്കുന്നത്. ഓക്കെ, നമുക്ക് അകത്ത് കയറി നോക്കാം. AC ഒക്കെയാണ്. ആളിപ്പം സഹകരിച്ചൊക്കെ തുടങ്ങി. തരക്കേടില്ല. അവളുടെ മുഖം മൊത്തം അഴുക്കാണ്. അത്യാവശ്യം ഒരുപാട് ചെടയില്ല, പക്ഷെ എന്നാലും കാലൊന്നും ഒട്ടും വൃത്തിയില്ല. നല്ല അഴുക്കുണ്ട്. അവള് മുഖം നല്ല കരിക്കട്ട പോലെ ഇരിക്കുന്നു. നല്ല കരിക്കലത്തിലൊക്കെ തലയിട്ട പോലെ നല്ല കറുപ്പുണ്ട് മുഖത്തിനൊക്കെ. നമുക്ക് ഇനി ഇവരെ കുളിപ്പിക്കുന്ന എല്ലാ രോമെല്ലാം വെട്ടി, കാലിൻ്റെ എല്ലാ രോമവും നഖവും എല്ലാം വെട്ടി സെറ്റാക്കിയിട്ട് ഇനി നമ്മളെ കുളിപ്പിക്കാൻ കയറ്റും. അന്നേരം നമുക്ക് ഇതിൻ്റെ ബാക്കി വെട്ടലൊക്കെ കഴിഞ്ഞ് ഇനി അവളെ കുളിപ്പിക്കാൻ കൊണ്ടുപോകാം. ഇനി കുളിപ്പിക്കുമ്പോൾ ഉള്ള അവസ്ഥ എന്താണെന്ന് നമുക്ക് കണ്ടറിയാം. അത്യാവശ്യം പ്രീമിയം സെറ്റപ്പൊക്കെയാണ് കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾ അടുത്തത് ക്ലീനിങ്, ഒരാൾ അത് നമ്മളെ കുഞ്ഞിനെ വാഷ് ചെയ്യും. വലിയ പട്ടികളൊക്കെ ആകുമ്പോൾ 2 പേര് പിടിക്കേണ്ടി വരുമായിരിക്കും അല്ലേ? വലിയ പട്ടികളാകുമ്പോൾ 2 പേര് പിടിച്ചിട്ടല്ലേ. എന്തായാലും ഇനിയുള്ള പതപ്പിച്ച് വൃത്തിയാക്കി എടുക്കട്ടെ. പുറത്ത് നല്ല അഴുക്കുണ്ട് കേട്ടോ, നല്ല അഴുക്കുണ്ട്. അവളുടെ ഫേസിലാണ് അഴുക്ക് മൊത്തം. നമ്മൾ അതിനെ ആ രീതിയിൽ നല്ല ഇതാക്കി എടുക്കുന്നുണ്ട്. നല്ല അഴുക്കുണ്ട്, നല്ല അഴുക്കുണ്ട്. ഇരിക്കുന്നുണ്ടോ? അയ്യോ എൻ്റെ ദൈവമേ. പിന്നെ ഫുള്ള് കുളിപ്പിച്ച് വൃത്തിയാക്കി അടിപൊളിയാക്കിയേ കൊണ്ടുപോകും അല്ലേ ലൂണ? ഷാമ്പു ഇട്ട് കഴിഞ്ഞിട്ട് അത് കഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ. കണ്ടീഷണർ വെച്ചുള്ള പതപ്പിക്കൽ തുടങ്ങിയിട്ടാണ്. ഞാൻ നല്ല ത്രില്ലിലായി. ഇവിടെ നല്ല വൃത്തിയാക്കി എടുത്ത് അടിപൊളിയായിട്ട് കാണാനുള്ളൊരു ത്രില്ല്. അമ്മയും കൂടെ വേണമായിരുന്നു, പക്ഷെ അമ്മയ്ക്ക് വീട്ടിൽ അത്രയും ജോലി ആയതുകൊണ്ടാണ് വരാൻ. നിർത്തണം. കണ്ടീഷണർ തേച്ച് 5 മിനിറ്റ് ഇവിടെ ഇങ്ങനെ നിർത്തും. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ബെല്ല ഒന്ന് പോയി കണ്ടിട്ട് വരാം. ആള് നല്ല ഉറക്കമാണ് കേട്ടോ. ഷോപ്പ് വരുന്നത് പുനലൂർ അഞ്ചൽ റൂട്ടിൽ ചുടുകട്ട എന്ന് പറയുന്ന ജംഗ്ഷനിൽ തന്നെയാണ്. നമ്മുടെ ഈ ഏരിയയിലുള്ള പെറ്റ്സിനെയോ നമ്മുടെ പപ്പീസിനെയോ എല്ലാം
ഗ്രൂം ചെയ്യാനും ട്രീറ്റ്മെൻറ്റും എല്ലാം ഇവിടെ സൂപ്പറാണ് കേട്ടോ. ഈ ഏരിയയിലുള്ള എൻ്റെ അറിവിൽ ഏറ്റവും ബെസ്റ്റ് ഗ്രൂമിങ് സെൻറ്ററും ഹോസ്പിറ്റലും എല്ലാം ഇതാണ്. നമ്മൾ ഗവൺമെൻറ് ആശുപത്രിയിലൊക്കെ കാണുന്ന പോലൊന്നും അല്ല ഇവിടെ നമ്മുടെ ഡോക്ടർമാർ തന്നെ 2 ഹരീഷ് ഡോക്ടറാണ്. ഡോക്ടർ പൊളിയാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാം കറക്റ്റ് അസുഖവും കാര്യങ്ങളും എല്ലാം നോക്കി സെറ്റാക്കി തരും. അതിൻ്റെ മെഡിസിനും ഫുഡും സപ്ലിമെൻറ്റ്സും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഗ്രൂമിങ് ഇവിടെ നിൽക്കുന്ന സ്റ്റാഫ്സ് ആണെങ്കിലും ബാക്കിയുള്ളവരാണെങ്കിലും എല്ലാവരും നല്ല സെറ്റാണ്. നമ്മളടുത്ത് അത്രയും സഹകരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ അതേപോലെ സ്നേഹിച്ചാണ് നോക്കുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും താല്പര്യമുണ്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഇടുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഇതാണ് ആ നമ്പർ. മറക്കണ്ട, ചുടുകട്ട പുനലൂർ അഞ്ചൽ റൂട്ടിൽ ചുടുകട്ട എന്ന് പറയുന്ന സ്ഥലത്ത് പെറ്റ് വെറ്റിനറി ക്ലിനിക്ക്. സംഭവം സൂപ്പറാണ്. കണ്ടീഷനൊക്കെ തേച്ച് വെച്ചിരുന്നതാണ്. നമുക്ക് എന്തായിരുന്നു നോക്കാം. വാഷ് ചെയ്ത് തുടങ്ങി കാണും. ഇപ്പോൾ നമുക്കത് എന്തായിരുന്നു നോക്കിയിട്ട് വാഷ് ചെയ്തൊക്കെ കഴിഞ്ഞു. അവളതാണ്ട് തോർത്തിക്കൊണ്ടിരിക്കുന്നു. ചൂടത്ത് നാളത്തോട്ട് കയറിയപ്പോൾ AC-ലോട്ട് കയറിയപ്പോൾ നല്ല സുഖം കേട്ടോ. അടിപൊളിയാണ്. ആളുടെ ഇരിപ്പ് നോക്കൂ, എൻ്റെ പൊന്നോ. ആൾ കിടുങ്ങി പണ്ടാര തുടങ്ങിയിരിക്കുക. എയർ പിടിക്കാനുള്ള സെറ്റപ്പൊക്കെ സെറ്റാക്കുകയാണ് കേട്ടോ. ചെയ്യുന്നത് കാണാൻ നല്ല രസമുണ്ട്. ആ ഡ്രയർ അടിക്കുമ്പോൾ അവളുടെ രോമം ഇങ്ങനെ പറന്ന് നടക്കുന്നത്. അകത്ത് വെച്ച് അത് പറയാൻ പറ്റത്തില്ല, കാരണം ആ ഡ്രയറിൻ്റെ സൗണ്ട് കാരണം കേൾക്കാൻ അത്ര ക്ലിയർ ആവില്ല. എന്നാൽ നിങ്ങൾക്ക് പുറകിൽ കാണാം അവളെ സെറ്റാക്കിക്കൊണ്ടിരിക്കുക. നല്ല രസമുണ്ട്. നമുക്കിനി അവളുടെ ഫേസിൽ കുറച്ച് കട്ടിങ് കൂടെ ഉണ്ട് ബാക്കി, കാരണം അത് ഡ്രയർ ഇട്ട് ഉണക്കി കഴിഞ്ഞിട്ട് ബാക്കി സെറ്റ് ചെയ്ത് ഇറക്കുമ്പോൾ നമുക്കിനി കാണാം. ഓക്കെ, വെച്ച് കഴിഞ്ഞപ്പോൾ ഉള്ള ആളുടെ പോലെ ചീപ്പി കഴിയുമ്പോൾ സെറ്റാവും. അടിപൊളി മോളെ. അവളെ ചീപ്പിക്കൊണ്ടിരിക്കുക കേട്ടോ. ഫേസിലെ രോമം വെട്ടിക്കളഞ്ഞ് സെറ്റാക്കുക. എടി നിൻ്റെ മീശ പിരിച്ചു വെക്കട്ടെ എടി. അതിൻ്റെ കണ്ണിലെ രോമം വെട്ടു കേട്ടോ. കണ്ണിൻ്റെ ഭാഗത്ത് ഇത്രയും രോമം ഉണ്ടായതുകൊണ്ടേ കണ്ണിൽ പെട്ടെന്ന് രോമം ഇങ്ങനെ ഇറങ്ങി കിടന്നു. അതുകൊണ്ട് ആ ഭാഗത്ത് രോമം നല്ലപോലെ ക്ലിയർ ചെയ്യണം. പിന്നെ കണ്ണിൽ നിന്ന് വരുന്ന അഴുക്കും അവിടെ ഇങ്ങനെ പറ്റി പിടിച്ച് കിടക്കണം. അതുകൊണ്ട് അവിടെ എപ്പോഴും ഇങ്ങനെ ക്ലിയർ ചെയ്യണം. അവളുടെ കാലിലെ രോമമൊക്കെ നല്ല വട്ടത്തിൽ വെട്ടിയെടുക്കുക. കാണാൻ തന്നെ എന്ത് രസമെന്ന് നോക്കിയേ. എൻ്റെ ഹെയർ ഷോർട്ട് ചെയ്യണമെന്ന് ചോദിച്ചതാണ്. ഞാനാ പറഞ്ഞ ഷോർട്ട് ചെയ്യേണ്ടതാണ്. എനിക്ക് നമ്മുടെ ഷിറ്റ്സുവിനെ ഒന്നും അങ്ങനെ ഷോർട്ട് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഇത്ര ഹെയറോടെ കിടക്കുന്നേ ഇഷ്ടം. അതുകൊണ്ട് ഞാനാണ് പറഞ്ഞത് ഷോർട്ട് ചെയ്യേണ്ടത്. നോക്കൂ, ആൾ മൊഞ്ചായില്ല, അടിപൊളിയായിട്ടുണ്ട്. ഫുള്ള് കട്ടിങ്ങും സെറ്റപ്പും ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടല്ലോ സംഭവം. ഗ്രൂമിങ് എല്ലാം കഴിഞ്ഞ് വെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അവളെ ഒന്ന് പോയി കാണാം. എന്നിട്ട് നമുക്ക് ഫ്രണ്ടിലോട്ട് പോകാം. എല്ലാം കഴിഞ്ഞ് ഇനി സ്പ്രേയും അടിച്ചു അവളെ. നല്ല മണമുണ്ട് കേട്ടോ. ആള് നല്ല ഉഷാറായി. അവളെ ഇനി ഒന്നുകൂടെ ലാസ്റ്റ് ചീപ്പൊക്കെ ഇതെന്താ സംഭവം? കാലിൻ്റെ അടിയിൽ ഇത് തേക്ക് വാക്സ്. ഇത് വാക്സാ? അത് ക്രീം ഇതാണ്. ഏകദേശം ഓക്കെ. ഇനി ലാസ്റ്റ് ഒരു ചീപ്പൊക്കെ കൂടെ ഉണ്ട്. നമുക്ക് നോക്കാം എങ്ങനെ വരുമെന്ന്. ആളിരിക്കുന്നതാ സൂപ്പറല്ലേ. എന്തൊരു ഫൈനൽ ടച്ചിലോട്ട് പോവാം. അടിപൊളി. ഇങ്ങോട്ട് നോക്കടാ കുഞ്ഞ. അല്ല, നമ്മുടെ കൊച്ചിനെ ചീപ്പി സെറ്റാക്കി ഗ്രൂമിങ് ഒക്കെ കഴിഞ്ഞു. നമുക്ക് പോവാടാ. ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് സർവീസ് സൂപ്പറാണ് കേട്ടോ. നമ്മളെല്ലാ കുഞ്ഞുങ്ങളെയും, നമ്മുടെ കാത്തൂനെയും ജാനുവിനെയും ടെസയും ബ്ലാക്കിയെയും എല്ലാം നമ്മളിവിടെ കൊണ്ടുവരുന്നത്. ഇവിടെ നമ്മൾ കൊണ്ടുവന്ന കോലയല്ല ഇപ്പോൾ ആള് നല്ല സുന്ദരിയായിട്ടുണ്ട്. കണ്ടാൽ ആർക്കും ഒന്ന് കൊഞ്ചിക്കാൻ തോന്നുന്ന രീതിയിൽ ആള് നല്ല അടിപൊളിയായി നിൽക്കുകയാണ്. അവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുക. എല്ലാം നമ്മുടെ ഇവിടുത്തെ എല്ലാവരും നല്ല കമ്പനി. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ നോക്കുന്ന പോലെ നോക്കി വൃത്തിയാക്കി അടിപൊളിയാക്കി തരും. ധൈര്യമായിട്ട് ഇവിടെ ഏൽപ്പിച്ച് വരെ നമുക്ക് പോവാം. നമുക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും പോകേണ്ട അത്യാവശ്യം ഉണ്ടെങ്കിൽ ഗ്രൂമിങ്ങിന് ഇവിടെ കൊടുത്തിട്ട് വരെ പോകാൻ. കൊടുത്തിട്ട് വരെ അവർ സെറ്റാക്കി വെക്കും. നമ്മളെ കുഞ്ഞുങ്ങളെ അത്രയും നീറ്റായിട്ട് ഇവർ നോക്കും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഈ ഏരിയയിൽ ഇതേ കണക്കൊരു സർവീസ് വേറെ എവിടെയും കിട്ടില്ല. അടിപൊളിയാണ്, സെറ്റായിട്ടുണ്ട്. നമുക്കിനി ബാക്കി കാര്യങ്ങൾ നോക്കി അവളുടെ ഫീസൊക്കെ കൊടുത്ത് കുഞ്ഞിൻ്റെയും കൂടെ കാര്യം നോക്കിയിട്ട് നമുക്ക് പോവാം. ഓക്കെ, രണ്ടാളും ഇതാ കിടക്കുന്നു. ഉഷാറായി കേട്ടോ. ആള് നല്ല സെറ്റായി, സുന്ദരിയായി. എല്ലാം കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഇവരെ വീട്ടിലോട്ട് കൊണ്ടുപോകാം. മരുന്നും കാര്യങ്ങളും എല്ലാം മേടിച്ചിട്ടുണ്ട് രണ്ടുപേരുടെ. എന്ത് കാര്യത്തിനും നമുക്ക് ഇവിടെ കൊണ്ടുവരാം. നമ്മുടെ കുഞ്ഞുങ്ങൾ അത്രയും സേഫ് ആൻഡ് സെക്യൂർ ആണ് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നത്. അത്രയും നല്ല സർവീസുമാണ്. ഒരു ടെൻഷനും ഇല്ലാതെ നമ്മളെ കൊണ്ടുവരാൻ അടിപൊളി സർവീസാണ് ഇവിടെ. ഹരീഷ് ഡോക്ടർ, ആ ഡോക്ടർ, അങ്ങനെ 2 ഡോക്ടർമാരുണ്ട്. ഒരുപാട് സ്റ്റാഫ്സ് ഉണ്ട്. ഒരുപാട് പെറ്റ്സിനെയും
ഡോഗ്സിനെ ഒക്കെ പപ്പീസിനെ ഒക്കെ ഇവിടെ കൊണ്ടുവരുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ അത്രയും വിശ്വസിച്ച് ഇവിടെ കൊണ്ടുവരാം കേട്ടോ. ഓക്കെ, നമുക്കിനി ഇവരെ വീട്ടിൽ ചെന്നിട്ട് ഇവരുടെ വീട്ടിലെ ആ ഒരു എന്താ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. നമ്മൾ കൊച്ചുങ്ങളെ രണ്ടുപേരെ വീട്ടിൽ കൊണ്ടുവന്നു. ഇപ്പം ഉഷാറായില്ലേ അമ്മ? സംഭവം അടിപൊളിയായി, സുന്ദരിയായി. നമുക്ക് ഇവളെ അമ്മയ്ക്ക് ഒരാൾ കൊടുത്തതാണ്, മേടിച്ചു കൊടുത്തതാണ്. നമ്മളെ വീഡിയോ ഒക്കെ കണ്ടിട്ട് സംഭവം നൈസായിട്ടുണ്ട് കുഞ്ഞ്. അവളെ ഇച്ചിരി ഇതൊക്കെ ചെയ്തെടുത്തപ്പോഴാണ് അവളുടെ ഭംഗി പുറത്ത് വന്നത് പൂർണ്ണമായിട്ടും. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അവളും ഓക്കെയാണ്. എല്ലാവർക്കും ഉള്ള സാധനങ്ങൾ, അതായത് മരുന്നും എല്ലാം മേടിച്ചിട്ടുണ്ട്. ഇവക്കുള്ളതും എല്ലാം മേടിച്ചിട്ടുണ്ട്. ആള് വെയിറ്റ് കുറവാണ്, 4.5 കിലോയേ ഉള്ളൂ. മറ്റേ കുഞ്ഞിനുണ്ട് 3 കിലോ, ഇവക്ക് 4.5 കിലോയേ ഉള്ളൂ. അതുകൊണ്ട് വെയിറ്റ് വെക്കാനുള്ള മരുന്നും കാര്യങ്ങളും അതിൻ്റെ സംഭവങ്ങളും എല്ലാം മേടിച്ചിട്ടുണ്ട്. നമുക്കിനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ഇല്ലേ അമ്മ? ഓക്കെ, ബൈ.